ഒരു മോള് പറയുന്ന വാചകമാണ് ഇത്. ഇതാണ് എൻ്റെ മോള് പറയുന്നത്. അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല. അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. പിന്നെ അവര് പിന്നെ മിണ്ടാതെ എനിക്ക് ഒരമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ വൃത്തികെട്ട സ്ത്രീയെ. നിന്റെ എല്ലാ ബന്ധുക്കളുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത് അപ്പൊ എന്തിനു വേണ്ടി അത് ചെയ്തെന്നല്ല അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറയും, ഡാഡി ആ സ്ത്രീ ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ്. ആ സ്ത്രീ അങ്ങ് ചത്താ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലേ എന്ന് എപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി. നമസ്കാരം പ്രിയമുള്ളവരെ. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നുമില്ല. നമ്മുടെ പ്രമുഖ നടിയായ അഹാന കൃഷ്ണ ഉണ്ടല്ലോ. ഈ അഹാന കൃഷ്ണ പിന്നെ അവരുടെ വല്യമ്മയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. ഇവരുടെ കുടുംബ പ്രശ്നമാണ്. എന്നിരുന്നാൽ തന്നെയും ഞാൻ ഒരു കാര്യം പറയാം. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രിറ്റികളാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരാണ്. ഇവരുടെ ലൈഫ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി എക്സ്പ്ലോർ ചെയ്യുന്നവരാണ്. അത് മാത്രമല്ല ബിഗ് സ്ക്രീനിൽ വന്നിട്ട് നമുക്ക് ഇമോഷണലി അഭിനയിച്ച് ബലിപ്പിക്കുന്നവരാണ്. അപ്പോൾ ഇവരുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ ബ്ലോഗർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്ന ലേബലിൽ അറിയപ്പെടുന്ന ഇവരുടെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് പൊതുജനങ്ങൾ അറിയണം എന്നുള്ളത് എന്തായാലും വാസ്തവമാണല്ലോ. അതായത് ഈ അഹാന കൃഷ്ണയുടെ അമ്മയ്ക്ക് 5 പെൺമക്കളാണ്. അഹാന കൃഷ്ണ ഉൾപ്പെടെ അല്ലെ 5 കണ്ടല്ലേ, അത്രയും പേരാണ് പെൺമക്കൾ. അത്രയും പെൺമക്കളുള്ള ഈ ഒരു അഹാന കൃഷ്ണയുടെ അമ്മ സ്വന്തം അമ്മയെ നോക്കാത്ത ഒരവസ്ഥ. അപ്പോൾ ഇവരൊക്കെ വളർന്നു കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ആയി കഴിയുമ്പം ഈ പറയുന്ന അഹാന കൃഷ്ണയുടെ അമ്മ സിന്ധു എന്നല്ലേ അവരുടെ പേര്, അവർ പ്രായം ചെല്ലുമ്പോഴത്തേക്ക് ഇവരുടെ അവസ്ഥ എന്താകും എന്നുള്ളത് ദൈവത്തിനറിയാം. അതവിടെ നിൽക്കട്ടെ, അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ഇപ്പം നിലവിൽ ഈ സിന്ധു എന്ന് പറയുന്ന ഈ അഹാന കൃഷ്ണയുടെ അമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്. കാര്യം അവർ സ്വത്തും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും ഭാഗം വെച്ച് കൊടുക്കുകയും എല്ലാവരെയും ക്ലിയർ ആക്കിയതിന് ശേഷം അവരെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് അവർ പറയുന്ന ഒന്ന് കേൾക്ക്, അതിനുശേഷം നമുക്ക് സംസാരിക്കാൻ ബാക്കി. പറഞ്ഞോ. എൻ്റെ മക്കള് അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇനി വാ, ഞങ്ങളെ രണ്ടുപേരും നോക്കണം, നീ ഇനി വാ, നീ ഇനി. പക്ഷേ അപ്പൂപ്പന്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറെ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു പിന്നെ ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിനെ ഷാനെയും ഹൻസിയെയും പറഞ്ഞൂടെ. അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ എങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ ഞാൻ വായിച്ചു വെപ്പിച്ചേരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ വൃത്തികെട്ട സ്ത്രീയെ. നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതെ ഇതേ പിന്നെ എന്താ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. എനിക്കിതൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് എനിക്ക് അവർ അയക്കണേന് അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പൊ അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അത് അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്. ഞാൻ പറയില്ല. എന്നിട്ട് അവർ പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ലാന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു. ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലാന്ന് എനിക്കറിയത്തില്ല. അത് അവരെ മൂക്കുന്ന രക്തം വന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞു. മൂക്കങ്ങനെ മുറിഞ്ഞ രക്തം വന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിൽ ഒന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മ ഹോം നഴ്സിനെ വെളി നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ തെറി പറഞ്ഞുകൊണ്ട് പോയ ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയുന്നത് അവിടെ ഒരു മെന്റൽ
പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ പറയുന്ന ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞോളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂമാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്. അതും പോയി. എനിക്ക് അമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തന്നെ നോക്കാത്തതിന്റെ പേരിലാണ് ഞാൻ. അവർ പറയുന്നത് അമ്മ പറയുന്നത് ചിന്നമ്മ എന്നാണല്ലോ എന്റെ അമ്മയെ വിളിക്കുന്നത്. ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും എന്റെ ഒരാൾ കല്യാണം കഴിച്ച എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ച അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ കല്യാണത്തിന് പോലും ആ 6 സിമിയെ ഞാൻ വിളിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാ അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ. എന്നിട്ട് പറയും അമ്മൂമ്മ അപ്പൂപ്പനായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എന്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യാതെ ആരും തിരക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ 10-58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോലും. അപ്പൊ അങ്ങനെ ഞാനും എന്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ എന്നെ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാൻ ഒരു വീടും എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ തന്നിട്ട് തന്നെ എന്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തതിനപ്പൂപ്പ എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്? അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നല്ല അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കണം. അലൻ എന്ന് പറഞ്ഞൊരു ഹോം നേഴ്സ് വന്നിട്ടുണ്ട്. അവൻ്റെ എല്ലാ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, അങ്ങനെ ഇഷ്ടം പോലും അല്ല. അപ്പൊ എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എന്റെ ഭർത്താവ് തിന്നില്ല. ഒരു സാധനവും എനിക്ക് തന്നെ അവർ തിന്നും. അവർക്ക് എത്ര പയ്യെങ്കിലും എനിക്ക് തരാതെ ഒരു സാധനം അവർ കഴിക്കില്ല. പക്ഷേ അമ്മ അങ്ങനെ പറഞ്ഞു കൊടുത്തയച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പയ്യനോട് തീർത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞെന്ന് പറയണം, ആ സ്ത്രീ ഇതൊന്നും എടുക്കാൻ പാടില്ല. എന്നിട്ട് അവസാനം അമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാവരും എന്താ പറഞ്ഞ കല്യാണത്തിന്റെ കാര്യം എന്താ പറഞ്ഞത്? കല്യാണം ഇവിടെ ലാസ്റ്റിൽ അമ്മ എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നാ നീ എന്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു ഇഷാനിയായിട്ടാണ് വരുന്നത്. കാരണം ഇഷാനിയൊക്കെ ഡീസന്റ് പിള്ളേരാ. ആ വീട്ടിലേക്ക് ഇഷാനി ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു അമ്മയുടെ കൂടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് എന്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കൂല, നീ എന്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എന്റെ കല്യാണത്തിനൊന്നും വിളിക്കൂല. എന്റെ കല്യാണത്തിന് നീ വരികയും ചെയ്തത്, അത് പറയാൻ കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിന്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട, 75 വയസ്സായി, എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരികയില്ല മോനെ എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. പിന്നെ അമ്മ എന്നോട് വിളിച്ച് പറഞ്ഞാൽ ഇതൊന്ന് അപ്പൂപ്പന്റെ മരണത്തിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് എന്തോ കാര്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ഈ സഞ്ചാന്യത്തിൻ്റെ അന്ന് ഇവർ അസ്ഥി ഒഴുക്കാൻ പോകുമ്പോൾ ഞാൻ പോകാൻ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഞാനും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് സിന്ധു പോയി എൻ്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നിട്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ചുരിദാർ, ഈ ചുരിദാർ ഇവിടെ ഇരിക്കണം, ഇത് എൻ്റെ ചുരിദാർ എനിക്ക് വേണം എന്നും പറഞ്ഞ് അതിലിരുന്ന് ഏറ്റവും നല്ലൊരു ചുരിദാർ അവളെടുത്ത് അവളെപ്പോഴും എനിക്ക് തന്നതാണ്. അവൾ തന്ന തുണികളെ എനിക്കുള്ള, അല്ലാതെ ഞാൻ ചുരിദാർ തയ്ക്കാറില്ല, എനിക്ക് ചുരിദാർ തയ്ച്ചു തരാനും ആരുമില്ല. സിന്ധു തന്നിട്ടുള്ളത് തന്നെ. പക്ഷേ എങ്കിലും തന്ന തുണി അവൾ മരിച്ച് 4 അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തുകൊണ്ട് പോയി. എൻ്റെ മോള് അവൾ തിരിച്ചെടുത്തോണ്ട് പോയി ഇടണം. എനിക്ക് തന്ന തുണി മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ കേട്ടില്ല. അവൾ എടുത്തോണ്ട് പോയി. അത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണി, ഞാൻ അറിയാതെ അങ്ങോട്ട് നിങ്ങളെ തുണികളെ കൂട്ടത്തിൽ വെച്ചതാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ്. എന്നിട്ട് അമ്മൂമ്മക്ക് തേക്കാനുള്ള തുണി എന്തൊക്കെ പറഞ്ഞു. ഞാൻ കുറെ തുണികളെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് കോൺഫിഡൻസ് പെയിന്റ് കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തേച്ച് ഒരു തുണി പോലും എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ആ തുണികൾ അതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പൊ ഞാൻ തുണി നോക്കുന്ന തുണിയില്ല. എന്നിട്ട് ആ കോൺഫിഡൻസ് പയ്യനെ വിളിച്ച് ഞാൻ ചോദിച്ചിടാൻ പോലെ അന്ന് ഞാൻ 10-12 ചുരിദാറുകൾ എടുത്ത് തേക്കാൻ തന്നാലിടാ ആ ഒരു തുണി ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതെനിക്കറിയില്ല എന്നായി. അത് കൊടുത്തിട്ട് ആ തുണി എനിക്ക് തിരിച്ചു കിട്ടിയില്ല. കാരണം അണ്ണാച്ചി തുണി തേച്ചാൽ ഇവരെ വീട്ടിലാണ് കൊടുക്കുന്നത്, സിന്ധുവിന്റെ വീട്ടിലാണ് കൊടുക്കുന്നത്. അത് അവരുടെ മാറ്റിക്കളഞ്ഞു. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് കൊടുക്കാൻ ഒരു തുണി വാങ്ങിത്തരാൻ ആരുമില്ല. എൻ്റെ തുണി അവൾ വാങ്ങിത്തന്ന തുണിയും ഞാൻ വാങ്ങിച്ചതും. എപ്പോഴും ഞാൻ ഒരിക്കൽ നർമ്മതയിൽ പോയി ഒരു 3-4 തുണി വാങ്ങിച്ചു. ആ തുണി എല്ലാം ഉണ്ടായിരുന്നതെല്ലാം അവളങ്ങ് തിരിച്ചെടുത്ത്. എനിക്ക് ഞാനിപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ ആ തുണിയില്ല. അതുകൊണ്ട് നമ്മൾ പോയി അതിനും തുണി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞ അമ്മയ്ക്ക് തുണിയില്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് പോയി. എനിക്കൊരു 5 ചുരിദാറിൻ്റെ തുണി വാങ്ങിച്ച് അവിടെ തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തുടുക്കാൻ തുണിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ മോൾ എന്നോട് കാണിച്ചത്. എൻ്റെ ഭർത്താവിനോട് പറയും, ഡാഡി ആ സ്ത്രീ, ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ്. ആ സ്ത്രീ അങ്ങ് ചത്താൽ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലോ എന്ന് എപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയണ വാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല. അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. പിന്നെ അവർ പിന്നെ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി എടുക്കുക ചെയ്യുന്നതുകൊണ്ട് അവർ മിണ്ടാതിരുന്നത്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടൊക്കെ പറയുമായിരുന്നു. ഈ കോൺഫിഡൻസിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും വഞ്ചകയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങി തരണത് ഞാൻ അവർ കഷ്ടപ്പെട്ട് ഇവർ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കില്ല. എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവർ ഊട്ടിയിൽ കുറ്റപ്പെട്ട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ച്
പഠിപ്പിച്ചതിന്റെ പേരിലാണ് അവരിപ്പോൾ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിച്ചോണ്ട് നടക്കണം. ഇംഗ്ലീഷ് എന്നിട്ട് അമ്മ ആരുമില്ല എന്ന് പറഞ്ഞു അമ്മയുടെ ചെലവിന് ഇപ്പൊ ആരെങ്കിലും തരുന്നുണ്ടോ? ഇപ്പൊ മെനങ്ങാൻ എന്റെ അനിയത്തിന്റെ മോൻ കാരണം ഞാൻ ഇട്ടേക്കുന്ന പൈസക്ക് പലിശ കിട്ടുന്നത് എനിക്ക് 18 രൂപ എനിക്ക് കിട്ടും. അറിയാത്ത അമ്മ എനിക്ക് അറിഞ്ഞാൽ അവർ പറയും അവിടെയാണെന്ന് അമ്മക്ക് അറിയാതെ സംസാരിക്കും. 24 രൂപ കൊടുക്കണം, വീട്ടോട് ഒരു ജോലിക്കാരി വെക്കുന്നു, പിന്നെ എനിക്ക് ചെലവില്ല, എനിക്ക് മരുന്ന് വേണ്ടേ, അതിന് എന്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ മെനങ്ങാൻ എന്റെ അനിയത്തിന്റെ മോനെ വിളിച്ചിട്ട് ഞാൻ അമ്മയ്ക്ക് കാല് നീട്ടി ഇടാതെ ഒഴിക്കാൻ പോലും പറ്റില്ല, കാല് മൊത്തം നീരാ. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലും ഇല്ല. എന്റെ അനിയത്തിന്റെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ നിന്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തമ്മയ്ക്ക് രണ്ടുപേരും കൂടെ എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താലും രണ്ടുപേരും കൂടെ 26 സിമിന്റെ കൂടെ ഒരു 25 രൂപ അമ്മയ്ക്ക് തരാൻ പറ മക്കളെ. എങ്കിൽ എനിക്ക് വീട്ടോടെ നിൽക്കുന്ന ഒരു ജോലിക്കാരി വയ്ക്കുകയും മരുന്ന് മേടിക്കുകയും ചെയ്യാൻ മോനെ. അവർക്ക് അതൊരു പിച്ചക്കാശ പോലെ ഉള്ളവരുടെ തരാൻ പറ. ഇപ്പൊ ഒരു 10 മാസം ഒരു 10-15 രൂപ തരാൻ സിന്ധുവിനെ കൊണ്ട് നടക്കും, സിമിയെ കൊണ്ട് കഴിയും. സിമിയുടെ ഭർത്താവ് ജോലി ചെയ്യണം, എന്റെ ഭർത്താവാണ് അങ്ങനെ ഒരു ജോലി അവർക്ക് വാങ്ങിക്കും. അമ്മക്ക് അറിയാലേ അമ്മക്ക് അറിയാതെ പറയാം. അപ്പൊ നിങ്ങൾ കേട്ടല്ലേ പ്രിയമുള്ളവരെ, അവരുടെ കുടുംബ പ്രശ്നമാണ്. എന്നിരുന്നാൽ തന്നെയും ഇവരൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ പിന്നെ സെലിബ്രിറ്റികളായി അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് മാതൃകയായി ഇൻഫ്ലുവൻസർമാരായൊക്കെ വിലസുന്നവരാണ്. അപ്പം ഇവരുടെ സ്വന്തം മോളെക്കുറിച്ചാണ് പറയുന്നത്. സ്വന്തം മോള് അമ്മയെ നോക്കുന്നില്ല. ഇവർക്ക് ഉള്ളത് 5 പെൺമക്കളെ കണ്ട, നിങ്ങൾക്കറിയില്ല 5 4, അത് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ, 5 പേരെ കണ്ട. അപ്പോൾ അത്രയും പെൺമക്കളുള്ള ഇവര് സ്വന്തം അമ്മയെ നോക്കാത്ത കാലഘട്ടം. ആ മക്കളോ, കൊച്ചുമക്കളിൽപ്പെട്ട ഈ അഹാന കൃഷ്ണ എന്ന് പറയുന്ന സെലിബ്രിറ്റിയായ മേഡം ആ അമ്മുമ്മയെ വിളിക്കുന്നതോ ഇത്തരത്തിലുള്ള തെറികളും ഇത്തരത്തിലുള്ള വാക്കുകളുമാണ്. ഇവരെയൊക്കെ കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ആവണോ, ഇവരെയൊക്കെ അഭിനയിക്കുന്ന പടങ്ങൾക്ക് കൈയടിക്കണോ, ഇവരെയൊക്കെ ആരാധകരായി കാണണോ എന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തണം. നിങ്ങൾ തന്നെ കമൻറ്റിൽ പറയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലുമൊക്കെ എത്രയോ ഭേദമാണ് നമ്മളെയൊക്കെ നാട്ടിൻപുറത്ത് കാണുന്ന സാധാരണക്കാരായവർ. അവർ ചിലപ്പോൾ മേക്കപ്പും കാര്യങ്ങളും ഒന്നും കാണത്തില്ല, പിന്നെ അല്ലെങ്കിൽ സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും. പക്ഷേ അവരൊക്കെ സംസ്കാരത്തിൽ ഇവരെക്കാട്ടിലും ഒരുപാട് മുന്നിലാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു ടോപ്പിക്ക് കണ്ടപ്പോൾ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അങ്ങനെ കൊണ്ടുവന്നതാണ്. മറ്റൊരു ടോപ്പിക്കായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ആത്മാർത്ഥമായി എല്ലാവരും ഒന്ന് പരിഗണിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.